ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. നമുക്ക് നാരായണീയം ദശകം 62 ഇന്ദ്രമഖഭംഗം. ഇന്ദ്രന് യാഗം ചെയ്യുന്നതിനെ ഭംഗപ്പെടുത്തുന്നു, അത് വിഘ്നപ്പെടുത്തുന്നു. മഖം എന്ന് വെച്ചാൽ യാഗം. അത് ഭഗവാൻ അറിയാത്ത മട്ടിൽ പിതാവിനോട് ചോദിച്ചു, എന്താ ഇവിടെ എന്തിൻ്റെ ഒരുക്കമാണ് ഈ ഒരുങ്ങുന്നത് യാഗത്തിന്? അപ്പം അറിയാത്തതുപോലെ ചോദിച്ചപ്പം ഭഗവാനോടത്ത് പിതാവ് പറഞ്ഞു, നന്ദഗോപര് പറഞ്ഞു, ഇന്ദ്രന് യാഗം നടത്താനാണ്. മഴ പെയ്യ്ക്കുന്നത് ഇന്ദ്രനല്ലേ, അതുകൊണ്ട് ഈ ഭൂമിയെല്ലാം നന്നായി വിളയുന്നതും മറ്റുള്ളവർക്ക് ആഹാരങ്ങളും പശുക്കൾക്കും എല്ലാം അതുകൊണ്ടാണല്ലോ കിട്ടുന്നത്. അതുകൊണ്ട് യാഗം ആണ്ടുതോറും ഉണ്ട്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? ജീവികളുടെ പുണ്യമാണ് മഴയ്ക്ക് ആധാരം. വേണ്ടവിധം മഴയുണ്ടാകാൻ കാരണം ജീവികളുടെ കർമ്മഫലമാണ്. മനുഷ്യൻ യാഗം ചെയ്യുന്നു, എന്നാൽ കാടുകളിലെ വൻ മരങ്ങൾ ഇന്ദ്രന് എന്ത് ബലിയാണ് കൊടുക്കുന്നത്? കാട്ടിലെ മരങ്ങളൊന്നും യാഗം ചെയ്യുന്നില്ലല്ലോ, എന്നാൽ അവർക്കും ഉണ്ടല്ലോ മഴ. അതുകൊണ്ട് കാടുകളിൽ മരങ്ങൾ വളരുന്നുണ്ടല്ലോ, അത് ഇന്ദ്രന് യാഗം നടത്തിയിട്ടാണോ? അതുകൊണ്ട് ഇവിടെ എന്താ, ഈ പശുക്കൾ അത്രമാത്രം പുണ്യമാണ് ചെയ്യുന്നത്. അമൃത്, പാല്, ഈ പാല് കൊണ്ടാണ് അത് വെണ്ണയും തൈരും ഒക്കെ എടുത്താണ് അവിടുത്തെ ഉപജീവനവും അവിടുത്തെ സമ്പത്തും. അതുകൊണ്ട് പുണ്യം ചെയ്ത ജീവികളുടെ പുണ്യം കൊണ്ടാണ് മഴ പെയ്യുന്നത് എന്ന് ഭഗവാൻ അവിടെ പറഞ്ഞു. നമുക്ക് അത് 4-ാം ശ്ലോകം വായിക്കാം. നമുക്ക് നാരായണീയം ഞാൻ ഇന്ന് ഇടുമ്പോൾ നാളെ വൈകിട്ട് രാമായണം ഇടും. ഇടയ്ക്കിടയ്ക്ക് ഭാഗവതം എന്നും ഇടും, ആവുന്നിടത്തോളം. ഇന്നിപ്പം നാരായണീയം ഇടാനാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നാളെ ഇതേ സമയത്തിന് രാമായണം ഇടും ഇടയ്ക്കിടയ്ക്ക്. നമുക്ക് 4-ാമത്തെ ശ്ലോകം വായിക്കാം. ഇദം താവൽ സത്യം യൽ ഇഹ പശവോ ന കുലധനം തദാ ജീവ്യായാസോ ബലിർ അചലഭത്രേ സമുചിത സുരേഭ്യോ ഉത്കൃഷ്ടാനനുധരണി ദേവാഷിതിതലേ തതസ്തേപ്യാരാധ്യ ഇതി ജഗതിതത്വം നിജജനാൻ. ഇദം താവൽ സത്യം യൽ ഇഹ പശവോ ന കുലധനം തദാ ജീവ്യായാസൗ ബലിർ അചലഭർത്രേ സമുചിത സുരേഭ്യോ ഉത്കൃഷ്ടാനനുധരണി ദേവാഷിതിതലേ തതസ്തേപ്യാരാധ്യ ഇതി ജഗതിതത്വം നിജജനാൻ. ഇവിടെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു, ഇവിടെ നമ്മുടെ കുലസമ്പത്ത് പശുക്കളാണെന്ന് പറഞ്ഞു. ഭഗവാൻ പറയുന്നു, മഴ പെയ്യുന്നത് പശുക്കൾക്ക് ഉള്ള പുണ്യം കൊണ്ടാണ്. കാരണം ഇവിടെ സമ്പത്ത്, അവിടെ പശു കൃഷി, അപ്പോൾ അവിടുത്തെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ പശുക്കളാണ്. അപ്പോൾ ഇന്ദ്രന് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിച്ച ഈ ബലി, യാഗം, പശുക്കൾക്ക് ഉപജീവനത്തിന് ഉതകുന്ന പർവ്വതത്തിന് സമർപ്പിക്കുന്നതാണ് ഉചിതം. ഭഗവാൻ കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ പർവ്വതത്തിൻ്റെ അവിടെയാണ് പശുക്കളെ തീറ്റാനും, അതായത് ആഹാരം, പശുക്കൾക്ക് അത്രത്തോളം ആഹാരം ചെല്ലേണ്ട ഒരുപാട് പശുക്കൾ കൃഷി, അവിടെ പശു കൃഷിയാണ്, ഗോക്കളാണ്. അപ്പോൾ അത്രമാത്രം ആഹാരം കൊടുക്കുന്ന ആ പർവ്വതത്തിനകത്തു നിന്നാണ്. അപ്പോൾ ആ പർവ്വതത്തിൽ പുല്ലുകൾ വളരുന്നത് എവിടുന്ന? മഴ പെയ്യുന്നത് കൊണ്ടാണ്. അതെന്തുകൊണ്ടാണ്? പശുക്കളുടെ പുണ്യം കൊണ്ടാണ്. പശുക്കൾ അത്രമാത്രം, ഗോക്കൾ അത്രമാത്രം ഒരു മാതാവിന് തുല്യം അല്ല, അതിനേക്കാൾ ഉപരിയാണ്. കാരണം ജീവിതം മൊത്തവും അത്, എല്ലാവരുടെയും ജീവിതം മുന്നോട്ട് പോകുന്നതെല്ലാം പശുവിനെ കൊണ്ടാണ്. പാലും തൈരും വെണ്ണയും ഒക്കെ പശുക്കൾ കൊടുക്കുമ്പോൾ അത് പുണ്യം ചെയ്യുന്നു പശുക്കൾ, അതുകൊണ്ടാണ് മഴ പെയ്യുന്നത് എന്നാണ് ഭഗവാൻ കൃഷ്ണൻ അവർക്ക് പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് പർവ്വതത്തിന്, ആ ഗോവർദ്ധന പർവ്വതത്തിന് ഈ യാഗം കഴിക്കുന്നത്, സമർപ്പിക്കുന്നത് ഉചിതമായിരിക്കും. ദേവന്മാരെക്കാൾ ശ്രേഷ്ഠമാണ് ഭൂദേവന്മാർ, ഭൂമിയിലെ ദേവന്മാർ. അതാണ് ഭൂമിയിലെ ദേവന്മാരെക്കാൾ, സ്വർഗത്തിലെ ദേവന്മാരെക്കാൾ, അതായത് ഇന്ദ്രനേക്കാളൊക്കെ ശ്രേഷ്ഠന്മാർ ഭൂമിയിലെ ദേവന്മാരാണ്. അതിനാൽ അവരും ആരാധ്യരാണ്, അവർ ആരാധിക്കപ്പെടേണ്ടവരാണ് എന്നിപ്രകാരം കൃഷ്ണ ഗുരുവായൂരപ്പ അങ്ങ് സ്വജനങ്ങളോട് പറഞ്ഞു. ഇത് ഭട്ടതിരിപ്പാട് ഭഗവാനോട് പറഞ്ഞു, ഇങ്ങനെ അവളുടെ ജനങ്ങളെല്ലാം കേൾക്കത്തക്കവണ്ണം അറിയത്തക്കവണ്ണം ഭഗവാനോടെ പറഞ്ഞു കൊടുത്തു. അല്ലെങ്കിൽ ജനങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പോൾ ജനങ്ങൾക്ക് അത് ബോധ്യപ്പെടുത്തി ഭഗവാൻ പറഞ്ഞു, ഇവിടെ പശുക്കൾക്ക് ആ ഗോവർദ്ധനത്തെ കൊണ്ടാണ് ഇവിടെ കഴിയുന്നത് പശുക്കൾ. അതുകൊണ്ട് ഈ യാഗം ഗോവർദ്ധന പർവ്വതത്തിന് ചെയ്താൽ ഉചിതമായിരിക്കും. ഇവിടെ ഭഗവാൻ പറഞ്ഞത് നമുക്ക് കുലദൈവമാണ് ഗോക്കൾ.
അതായത് കുലത്തിലെ എന്തെല്ലാം ഒരു വീട്ടിന് എന്താണ് ആവശ്യം അത് പശുക്കളാണ് തരുന്നത്. അതുകൊണ്ട് കുലദൈവമാണ് ഗോക്കൾ. ഗോവിനെ പാലിക്കുന്നതാരാ? ഗോവർദ്ധനഗിരി. അവിടെ നിന്നാണ് പുല്ല് തിന്നുന്നത് പശുക്കൾ. അതുകൊണ്ട് ഗോവിനെ പാലിക്കുന്ന ഗോവർദ്ധനഗിരിക്ക് ബലി കൊടുക്കുന്നതാണ് ഉചിതം. എന്താ ബലി? പൂജകൾ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നേദ്യങ്ങൾ, യാഗങ്ങളൊക്കെ ചെയ്യുന്ന ഇന്ദ്രന് കൊടുക്കുന്നത് പോലെ ഈ ഗോവർദ്ധന പർവ്വതത്തിന് കൊടുത്താൽ അതാണ് ഉചിതം. അവിടെയാണ് എല്ലാ പശുക്കളും മേയുന്നത്, തീറ്റി തിന്നുന്നത് എന്ന് പറഞ്ഞ്. അങ്ങനെ 5-ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 5. ഭവൽവാചം ശ്രുത്വാ ബഹുമതിയുതാസ്തേപി പശുപാ ദ്വിജേന്ദ്രാൻ അർച്ചന്തോ ബലിം അതദുർ ഉച്ചയിഷിതി ഭൃതേ വ്യധൂ പ്രദക്ഷിണ്യം സുഭൃശം അനമൻ ആദരയുതാ ത്വം ആദശൈലാത്മാ ബലിം അഖിലം ആഭീരപുരതാ. ഭവദ്വാചം ശ്രുത്വാ ബഹുമതിയുതാസ്തേപി പശുപാ ദ്വിജേന്ദ്രാൻ അർച്ചന്തോ ബലിം അതദുർ ഉച്ചൈഷിതി ഭൃതേ വ്യധൂ പ്രദക്ഷിണ്യം സുഭൃശം അനമൻ ആദരയുതാ ത്വം ആദശൈലാത്മാ ബലിം അഖിലം ആഭീരപുരതാ. ഭഗവാന്റെ ഈ അഭിപ്രായം ഗോപന്മാർ കേട്ടിട്ട് വളരെ ആദരവോടുകൂടി അതനുസരിച്ച് അവിടെയുള്ള ബ്രാഹ്മണരെയൊക്കെ പൂജിക്കുകയും ഗോവർദ്ധന പർവ്വതത്തിന് അതിഗംഭീരമായി തന്നെ ബലി സമർപ്പിക്കുകയും വളരെ ആദരവോടുകൂടി പ്രദക്ഷിണം വച്ച് നമസ്കരിക്കുകയും ചെയ്തു. ഭഗവാന്റെ വാക്ക് അത്രമാത്രം അവർ ആദരവോടെ കേട്ടു ഗോപന്മാർ. അങ്ങനെ അവരത് തന്നെ അവിടെ ചെയ്തു. ബലി, അത് യാഗം ഗോവർദ്ധന പർവ്വതത്തിന് തന്നെ സമർപ്പിച്ചു. ബ്രാഹ്മണർക്കെല്ലാം പൂജ കൊടുത്തു. എന്നിട്ട് അപ്പോൾ ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ അങ്ങ് എന്തു വന്നു? ഭഗവാൻ അപ്പോൾ പർവ്വതദേവനായി അവിടെ പ്രത്യക്ഷപ്പെട്ട് ഗോപന്മാരുടെ മുമ്പിൽ വച്ച് തന്നെ. അപ്പോൾ ഭഗവാൻ ഈ കുട്ടികൾക്കൊരു വിശ്വാസം വരുത്തുന്നതിന് ഭഗവാൻ അവിടെ പർവ്വതദേവനായി അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഈ നിവേദ്യങ്ങളെല്ലാം അവിടെ വച്ച് പൂജ ചെയ്തപ്പോൾ യാഗമാണല്ലോ. അപ്പോൾ ഭഗവാൻ അതെടുത്ത് അനുഭവിക്കാൻ, അത് സ്വീകരിക്കാനായിട്ട് അവിടെ പ്രത്യക്ഷമായി. ഭഗവാൻ പർവ്വതദേവനായി അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഗോപന്മാരുടെ മുമ്പിൽ വച്ച് തന്നെ അർപ്പിത സാധനങ്ങളെല്ലാം സന്തോഷമായി സ്വീകരിച്ചു. അവിടെ എന്താണ് പർവ്വതത്തിന് ഈ ഇന്ദ്രന് യാഗം ചെയ്യുന്നത് എന്താ? അതുപോലെ തന്നെ അത് തന്നെ ഇതിവിടെ ആർക്ക് ചെയ്തു? ഗോവർദ്ധന പർവ്വതത്തിന് ചെയ്തു. അപ്പോൾ അർപ്പിതം, അവിടെ എന്താണ് അർപ്പിച്ചത്? അത് എന്താണെന്ന് വെച്ചാൽ ആ സാധനങ്ങളെല്ലാം സന്തോഷമായിട്ട് ഈ പർവ്വതദേവനായി വന്ന ഭഗവാൻ കൃഷ്ണൻ സ്വീകരിച്ചു. പക്ഷേ പർവ്വതദേവനായിട്ട് വന്നത് കൃഷ്ണനാണെന്ന് അറിയിച്ചിട്ടില്ല. ഈ കുട്ടികൾക്ക് വിശ്വാസം കിട്ടാൻ വേണ്ടി ഭഗവാൻ അങ്ങനെയൊന്ന് പ്രത്യക്ഷമാക്കി ചെയ്തതാണ്. സാധാരണയായി ബലി അർപ്പിക്കുമ്പോൾ ഇന്ദ്രദേവൻ നേരിട്ട് വന്ന് അത് സ്വീകരിക്കുക പതിവില്ല. അവിടെ വെച്ച് ഇതൊക്കെ യാഗം ചെയ്യുന്നു അല്ലാതെ ആരും വന്നത് അനുഭവിക്കുന്നില്ല. ഇന്ദ്രദേവൻ അവിടെ വന്നിട്ടുമില്ല. ഇത്ര നാളും മുടങ്ങാതെ എല്ലാ വർഷവും ബലി കൊടുത്തിട്ടും പൂജിച്ചിട്ടും ഇന്ദ്രനാകട്ടെ ഒരിക്കൽ പോലും പ്രത്യക്ഷ ദർശനം കൊടുക്കുകയോ ബലി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. എന്നുവെച്ചാൽ ആ കൊടുത്ത ആഹാരങ്ങളെടുത്ത്, അത് നിവേദ്യങ്ങളെടുത്ത് കഴിച്ചിട്ടോ ഇല്ല ഈ ഇന്ദ്രൻ. ഇവിടെ ഇപ്പോൾ ഭഗവാന്റെ ഉപദേശപ്രകാരം ഗോവർദ്ധനത്തിന് പൂജ ചെയ്തപ്പോൾ ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് പൂജ ഗോവർദ്ധനത്തിന് ചെയ്തപ്പോൾ പർവ്വതം മൂർത്തിഭാവത്തിലെത്തിയത് മാത്രമല്ല, അതായത് ഒരു രൂപം പർവ്വതദേവനായിട്ടവിടെ വന്നത് മാത്രമല്ല, പൂജ സ്വീകരിക്കുകയും ഭക്ഷിക്കുകയും ചെയ്തു. എന്താണ് അവിടെ നിവേദ്യം വച്ചത് അതെടുത്ത് കഴിക്കുകയും ചെയ്തു, ഭക്ഷിച്ചു, അതെല്ലാം സ്വീകരിച്ചു. ഇവിടെ ഗോപന്മാർക്ക് വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായി ഭഗവാൻ തന്നെയാണ് മൂർത്തിഭാവത്തിലെത്തി നൈവേദ്യം സ്വീകരിച്ചത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കത് വിശ്വാസം വരുത്താൻ വേണ്ടി അങ്ങനെ. അപ്പം നമുക്ക് അന്നോട്ടായിരിക്കും നമുക്കിതുപോലെ ഓരോ ഗ്രാമങ്ങളിലും ഓരോ അമ്പലങ്ങളും നമ്മളെല്ലാവരും പൂജ എന്ത് പുഷ്പമോ പഴമോ എന്താ നമുക്കുള്ളത് അതൊക്കെ ഒരു കരിക്കോ ഇതൊക്കെ കൊണ്ട് നമ്മൾ ഭഗവാന് കൊടുക്കുന്നതെല്ലാം നമ്മുടെ അവരവരുടെ ഗ്രാമത്തിൽ നമ്മളെ രക്ഷിക്കുന്ന കുലദൈവത്തിന് ആണ്. അതുകൊണ്ടാണ് എല്ലാവരും നമ്മൾ വായിക്കുമ്പോൾ പുസ്തകത്തിലുണ്ട്, അവനവൻ്റെ കുടുംബദേവതയ്ക്ക് മുമ്പേ ചേർത്ത് വേണം മറ്റു ദൂരേക്ക് പോകാൻ. അതായത് നമുക്ക് എവിടെയാണ് നമ്മുടെ ചുറ്റിലുള്ള അമ്പലം, നമ്മുടെ എവിടെയാണ് ഭഗവാനെ പൂജിക്കുക, അത് ഭഗവാൻ അന്ന് ഈ കൊടുത്ത കാര്യം അറിഞ്ഞിട്ടായിരിക്കും ഇങ്ങനെ നമ്മളെല്ലാവരും ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു.
നമുക്കിനി ഇത് ഭഗവാൻ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് അത് കഴിച്ച അപ്പോൾ അവർക്കുള്ള സങ്കടവും തീരും. അയ്യോ ഇനി പിന്നെ ഇന്ദ്രൻ വിഷമിക്കുമോ, ഇന്ദ്രന് കൊടുക്കാത്ത യാഗം പർവ്വതത്തിന് കൊടുത്തല്ലോ എന്നുള്ള വിഷമവും വേണ്ട. ഭഗവാൻ അവിടെ പ്രത്യക്ഷമായി തന്നെ അത് സ്വീകരിച്ചു, അത് ഭക്ഷിച്ചു. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.